വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം തുടരുകയാണ്. അതിനിടയിൽ നമ്മൾ എടുത്തൊരു വാർത്ത, അത് കുവൈറ്റിലെ ഡിസ്റ്റിലറികൾ, ജല പ്ലാന്റുകൾ അത് ഇറാൻ സ്ട്രൈക്ക് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. അതുകൊണ്ട് അവിടെ ജലക്ഷാമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകൾ വരുന്നു. ബഹ്റിനിലും സമാനമായിട്ടുള്ള അവരുടെ റിസോഴ്സസിനെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറാൻ. ഒരു സൈഡിൽ വലിയ അടിയാണ് ഇറാൻ അടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്ക എല്ലാ ദിവസവും രാത്രി ഇറാനെ തൂക്കിപ്പറക്കിയിട്ട് അടിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോ ഈ അളമുട്ടിയാൽ ചേരയും കടിക്കും എന്നുള്ള ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ നമ്മുടെ നാട്ടില്. സമാനമായിട്ടുള്ള രീതിയിൽ ഇറാനെതിരെ ഇപ്പൊ കുവൈറ്റും ബഹ്റിനും തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അപ്പൊ ഞാൻ വളരെയധികം അത്ഭുതപ്പെടുന്നുണ്ട്. കാരണം ഇത്രയേ ഉള്ളൂ കുവൈറ്റ്, ഇറാനാണെങ്കിൽ ഇത്രയുണ്ട്. അവരാണ് തിരിച്ചടിക്കാൻ പോകുന്നത്, ബഹ്റിനും തിരിച്ചടിക്കാൻ പോകുന്നു എന്നുള്ള. ഇവര് സീക്രട്ട് ജെറ്റുകൾ ഇറാനെ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. മെയിനായിട്ട് ഇവര് സ്വയം പ്രതിരോധത്തിനായി സ്വീകരിക്കുന്നത് ഇറാൻ മിസൈൽ സംഭരണശാലകളും സൈനിക താവളങ്ങളുമാണ് ഇവർ ലക്ഷ്യമിടാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇവർ ആക്രമണാത്മക നിലപാട് ഇപ്പോൾ സ്വീകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഇവർക്ക് സൗദി അറേബ്യയുടെ പിന്തുണയുണ്ട്. സൗദി അറേബ്യയാണ് ഇവരെ മൂട്ടിവിടുന്നത്. ഇന്റലിജൻസ്, പ്രതിരോധ, വ്യോമ കവറുകൾ എന്നിവ സൗദി അറേബ്യ ഇവർക്ക് നൽകും. ഇതൊരു പ്രതിരോധ നടപടിയും പ്രതികാര നടപടിയുമാണ് എന്നാണ് സൗദി അറേബ്യ പ്രധാനമായിട്ടും പറയുന്നത്. എന്തായാലും സ്വയം പ്രതിരോധം ഉപേക്ഷിച്ച് അവർ പ്രതികാരത്തിന്റെ പാത സ്വീകരിക്കുന്നു എന്നാണ് സൗദി അറേബ്യൻ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് എഴുതുന്നത്. അപ്പൊ കുവൈറ്റും ബഹ്റിനും കൂടെ നേരിട്ട് ഈ യുദ്ധത്തിലേക്ക് സ്ട്രൈക്ക് ചെയ്യാൻ ഇറങ്ങുമ്പോൾ ഈ യുദ്ധത്തിന്റെ ഗതി ഏത് രീതിയിലേക്ക് മാറും? അപ്പോൾ കൂടുതലായിട്ട് ഇത് സിവിലിയൻസിനെ ബാധിക്കാനുള്ള ഒരു ചാൻസ് കൂടെ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇറാൻ ഇങ്ങനെയും കാണിച്ചു. പഴയ ഗൾഫ് വാറിലെ താരം ആരാരെന്ന് അറിയാവോ? ഈ കുവൈറ്റാ. ചെറിയ ടീമല്ല. നമ്മൾ ഈ ലോകകപ്പ് ഫുട്ബോളൊക്കെ നടക്കുമ്പോൾ എന്താണ്, ചെറിയ ടീമുകൾ, കൊച്ചു ടീമായിരിക്കും, കൊച്ചു രാജ്യമൊക്കെ ആയിരിക്കും, അവന്മാർ കയറി പെർഫോം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? നമ്മളപ്പോൾ അത്ഭുതപ്പെട്ടു പോകും. ഇത് ആരുടെ നമ്മൾ ചോദിക്കത്തില്ല. ഇപ്പൊ ഈ അടുത്തൊരു രാജ്യം, അർജന്റീനയെ വിറപ്പിച്ചൊരു രാജ്യം ഉണ്ടായിരുന്നിട്ട്, അപ്പൊ പേര് ഞാൻ ഓർക്കുന്നില്ല, 5 ലക്ഷം പേരോ മറ്റോ താമസിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുവൈറ്റ് വലിയ താരമാണ്. അവര് ചെറിയ ടീമൊന്നുമല്ല. അപ്പം അവരും ബഹ്റിനും ഒക്കെ ഇപ്പോൾ ഇറാനെ ലക്ഷ്യം വെക്കുന്നു. ദ വാൾ സ്ട്രീറ്റ് ജേണൽ ആണ് ഇത് ആദ്യം റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അതിനുശേഷം മറ്റ് മാധ്യമങ്ങളും ഈ റിപ്പോർട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അവർ പറയുന്നത് ഇനിയിപ്പോൾ ഈ നമ്മൾ മുമ്പും പറഞ്ഞിരുന്നു, ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു, ഇവരുടെ ഈ ജലസംഭരണം, അതായത് ഈ സിവിലിയൻസിനെ ബാധിക്കുന്ന തരത്തിലേക്ക് യുദ്ധം മാറിക്കഴിഞ്ഞാൽ എല്ലാവരും ഇതിലേക്ക് ഇറങ്ങും. സൈനിക കേന്ദ്രങ്ങളും സൈനിക ഡിപ്പോകളും ആക്രമിക്കുന്ന പോലെയല്ല ഈ ജലസംഭരണശാലകളൊക്കെ. അന്ന് നമ്മൾ പറഞ്ഞത് ഈ കടലിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ചിട്ടാണ് പല രാജ്യങ്ങളും ഉപയോഗിക്കുന്നത്. അപ്പൊ ആ ജലസംഭരണങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവരൊക്കെ പൂർണ്ണമായി കുടിവെള്ളമില്ലാത്ത സാഹചര്യത്തിലേക്ക് വരും ഈ രാജ്യങ്ങളെല്ലാം. കാരണം ഈ പ്ലാന്റ് വീണ്ടും പുനർനിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞ ടൈം എടുക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ വരുമ്പോൾ ഒരു രാജ്യത്തിനും പിന്നാക്കം പോകാൻ കഴിയില്ല. ഇപ്പോ അതായത് സിവിലിയൻസിനെ ബാധിച്ച് യുദ്ധം തുടങ്ങി കഴിഞ്ഞാൽ ഒരു രാജ്യത്ത്, കാരണം സിവിലിയൻസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈന്യവും ഭരണകൂടവും നിലകൊള്ളുന്നത് ഒരു രാജ്യത്തിന്റെ. അപ്പൊ സ്വാഭാവികമായി തന്നെ ഇപ്പൊ ഇറാന്റെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇറാൻ ഇത്രത്തോളം മൂക്കാൻ കാരണം, ഇല്ലെങ്കിൽ അവർ ഇത്രയും വയലന്റ് ആകാൻ കാരണം അവരുടെ പാലങ്ങള്, അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങള് ഇതൊക്കെ ആക്രമിച്ചു കഴിഞ്ഞപ്പോഴാണ് അവർ കുറച്ചുകൂടെ വയലന്റ് ആകുന്നത്. ഇപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നേരത്തെയൊക്കെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റിൽ GCC രാജ്യങ്ങളൊക്കെ ഇറാൻ അടിക്കുമ്പോൾ ചില പ്രത്യേക ഏരിയയിൽ ഈ അമേരിക്കൻ വ്യോമത്താവളങ്ങളൊന്നും ഇല്ലെങ്കിൽ സൈനിക താവളങ്ങൾ നോക്കിയായിരുന്നു നമ്മൾ അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അത് മാറിയിട്ട് ജനവാസ കേന്ദ്രങ്ങളിലും ഒപ്പം തന്നെ സിവിലിയൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങളിലുമാണ് ഈ അടി വരുന്നത്. അതുകൊണ്ടാണ് ഈ കുവൈറ്റും ബഹ്റിനും ഇറങ്ങിയിരിക്കുന്നത്. UAEയും സൗദിയും ഇത് സംബന്ധിച്ച് ഒരു ചർച്ച നടത്തുന്നുണ്ട്. അവരും രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. അതായത് ഇതിനകത്ത് പറയുന്നത്, ഇതുവരെ ഇവര് ഈ മിസൈലുകളെ പ്രതിരോധിക്കുക, സ്വയം പ്രതിരോധമായിരുന്നു ഇവരുടെ പോളിസി. ഇനി ആ പോളിസി മാറ്റുകയാണ്. അതായത് ഞങ്ങൾ ഇനിയിപ്പോ സ്വയം പ്രതിരോധവും പ്രതികാരവും ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഈ വാർത്തയുടെ ഹെഡിങ് തന്നെ കൊടുത്തിരിക്കുന്നത്. ഇത് സ്വാഭാവികമായും യുദ്ധം തീരുന്ന ഒരു വാർത്തയല്ല, യുദ്ധം കുറച്ചുകൂടെ വ്യാപിക്കും. കാരണം സ്വാഭാവികമായി തന്നെ ഈ പറയുന്ന കുവൈറ്റും ബഹ്റിനും സൗദിയും UAEയും ഒക്കെ ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി യുദ്ധത്തിന്റെ ഗതി മാറും. കാരണം ഇറാൻ കുറച്ചുകൂടി ആക്രമണോത്സുകത കൂടുകയും മാരകമായ ആയുധങ്ങൾ വായു വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വിടാനുള്ള സാധ്യതകളിലേക്കാണ് അത് പോകുന്നത്. ഈ ട്രംപ് ഇന്നലെയും പറയുന്നത് കേട്ടു, ഞങ്ങളുമായിട്ട് ചർച്ച നടത്തി, രഹസ്യ ചർച്ചയാണ് ഇറാൻ നടത്തിയെന്ന്. ഇറാൻ പറഞ്ഞു ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് ഇറാനും പറയുന്നു. അതിനിടെ ട്രംപ് വീണ്ടും വെറുപ്പീര് പരിപാടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ലോകം മുഴുവൻ പുള്ളിക്ക് വെറുപ്പായി തുടങ്ങി. കാരണം അതിനിടയ്ക്ക് ഒരു താരിഫ് പുള്ളി പ്രഖ്യാപിച്ചു ഈ യുദ്ധത്തിനിടയ്ക്ക് ഗ്യാപ്പ് കിട്ടിയപ്പോൾ. ആ താരിഫിൽ കാനഡ, ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങൾ വലിയ പ്രതിഷേധമാണ് ട്രംപിനെതിരെ ഉയർത്തിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന, അതായത് ലോകത്തെ വെറുപ്പിക്കുന്നു, മൊത്തത്തെ വെറുപ്പിക്കുന്നു, ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യം. അതിനിടയിൽ ഒരു കേസ് വന്നിട്ടുണ്ട്. BBC പൂട്ടാൻ വേണ്ടി ട്രംപ് ഒരു കേസ് കൊടുത്തിരുന്നു, മാനനഷ്ട കേസ്. പക്ഷെ ആ കേസ് ഇപ്പൊ തിരിച്ചടിയായിട്ടുണ്ട്.
കോടതി പറയുന്നത് നിങ്ങളുടെ സ്വത്തുവിവരങ്ങൾ ഇപ്പൊ കൊണ്ടുപോകാം. BBC പറഞ്ഞത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വത്തുവിവരങ്ങൾ വേണ്ട പുറത്ത്, അതിപ്പം വേറൊരു കുരുക്കായിട്ട് ട്രംപിൽ നിൽക്കുന്നു. അങ്ങനെ കഷ്ടകാലത്തിൽ പുള്ളി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇവിടെയാണ് ഇപ്പോൾ. കാരണം ഇപ്പൊ GCC രാജ്യങ്ങൾ കൂടി നേരിട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. കാരണം ജനത്തിന്റെ വിശ്വാസത നേടേണ്ടി വരും ഭരണാധികാരികൾക്ക്, അല്ലെങ്കിൽ സൈന്യത്തിന്, അല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടാകും. കാരണം നിരന്തരമായിട്ട് അവരുടെ ഈ ജലസ്രോതസ്സുകള്, ഊർജ്ജ കേന്ദ്രങ്ങള്, പാലങ്ങള്, റോഡുകള്, ഇതൊക്കെ തകർക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം സൗദി എന്തുകൊണ്ടാണ് ഇതിലേക്ക് പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ യമനിൽ നിന്നുള്ള ഹൂത്തികളുടെ ആക്രമണം സൗദി, പ്രത്യേകിച്ച് സൗദിയുടെ, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിരുന്നുണ്ട്, നമ്മളത് മുമ്പോട്ട് പോകുന്നില്ല. അവരുടെ എണ്ണ വ്യാപാരത്തെ തടഞ്ഞുകൊണ്ട് ചെങ്കടലിൽ മാത്രമല്ല അവർ പാരലായിട്ട് വേറൊരു റൂട്ടൂടെ കണ്ടെത്തിയിരുന്നു. അവിടെയും ഇപ്പോൾ ഈ ഹൂത്തികൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ദർശ് ആദ്യം സൂചിപ്പിച്ച പോലെ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറഞ്ഞതുപോലെ ഇവരുടെ വഴികളെല്ലാം ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവർക്കൂടെ രംഗത്തിറങ്ങാതിരിക്കാൻ കഴിയില്ല. കാരണം അമേരിക്ക ഒറ്റയ്ക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ ബഹുദൂരം മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന ഈ രാജ്യങ്ങൾക്ക് കൃത്യമായി തന്നെ കാര്യങ്ങൾ അറിയാൻ കഴിയും, അവർക്കത് കൃത്യമായി തന്നെ പ്രതികരിക്കാൻ കഴിയും. അങ്ങനെ പ്രതികരിച്ചെങ്കിൽ മാത്രമേ അതാത് രാജ്യങ്ങളുള്ള ജനങ്ങൾക്ക് ആ ഭരണകൂടത്തോട്, അവരുടെ സൈന്യത്തോടും വിശ്വാസ്യത ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവർ കരുതും ഇവരെ കൊണ്ടൊന്നിനും കൊള്ളില്ല എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകും. അത് പിന്നീട് വളർന്ന് വലിയ അവമതിപ്പായി മാറും, ഈ ഭരണകൂടത്തുള്ള ഒരു എതിർപ്പായി അത് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യവും, കുഞ്ഞു രാജ്യമായാലും ഇനി ദുർബലമായ ഒരു രാജ്യമായാലും, അവരുടെ സിവിലിയൻസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കുകയോ സിവിലിയൻസിനെ ആക്രമിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായി അവർ പ്രതികരിക്കും. അതൊരു രാജ്യത്തിന്റെ പോളിസിയാണ്, ഏത് രാജ്യമായാലും. നമ്മൾ എന്തുകൊണ്ടാണ് പ്രതികരിച്ചത്? നമ്മുടെ ഇപ്പൊ അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നില്ല, എപ്പോഴും അതിർത്തിയിൽ വെടിവെപ്പ് നടക്കും, നമ്മുടെ പട്ടാളക്കാർ തിരിച്ചടിക്കുന്നു. പക്ഷെ പകരം എന്താണ് സംഭവിച്ചത്? പഹൽഗാമിൽ വന്നു നിരപരാധികളായിട്ടുള്ള നമ്മുടെ പൗരന്മാരെ കൊന്നപ്പോഴല്ലേ നമ്മൾ തിരിച്ചടിക്കാൻ പോയത്? ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യുമോ? അത് ചെയ്യില്ല. കാരണം സിവിലിയൻസിനെ കൈവെക്കുമ്പോൾ സിവിലിയൻസിന് സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെ പോളിസി തന്നെ. ആ സുരക്ഷ കൊടുക്കേണ്ട ഒരു സൈന്യമാണ്. സൈന്യം ചുമ്മാതിരിക്കില്ല. ഏത് രാജ്യത്തിന്റെ ആയാലും, കുഞ്ഞൻ രാജ്യമായാലും അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് കുറച്ചുകൂടെ ഗൗരവതരമായിട്ട് പോവുക. നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഈ കുവൈറ്റ് ഇറാഖ് വാറ്, ഇറാൻ ഇറാഖ് വാർ, അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും കൂടെ കിടന്ന് അടിക്കുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ യുദ്ധം തീരുക എന്നുള്ളതല്ല, തീർന്നാലും പ്രശ്നങ്ങളായിരിക്കും. കാരണം ഈ ഊർജ്ജ കേന്ദ്രങ്ങളും മറ്റുള്ളതും ഒക്കെ തകർന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയ നിലയിലേക്ക് ഇവരെത്തണമെങ്കിൽ ടൈം എടുക്കും. അതൊരു വലിയ വിഷയം തന്നെയാണിത്. ഇതിപ്പോൾ ഈ ഒരു വലിയ വാർത്തയാണ് വന്നിരിക്കുന്നത്. അവരോട് വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഇറാൻ വെറുതെ ഇരിക്കില്ല. ഇറാൻ ആണെങ്കിലും ഇപ്പോൾ റഷ്യയുടെ ഒരു തുറന്ന പിന്തുണ ലഭിക്കുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ വേറൊരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് പിന്നെ ഞങ്ങളുടെ അടുത്ത് റഷ്യയും ചൈനയും ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഞങ്ങൾ ഇറാനെ പിന്തുണയ്ക്കില്ല, ആയുധങ്ങൾ നൽകില്ല എന്ന്. പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇവരുടെ ആയുധങ്ങളും തന്ത്രങ്ങളുമാണ് ഇപ്പോൾ ഇറാൻ പയറ്റുന്നതെന്നാണ്. ചൈനയ്ക്കെതിരെ ഇപ്പോൾ ട്രംപ് തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റഷ്യ ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന് നമ്മളൊരു വാർത്ത നൽകിയായിരുന്നു, റഷ്യ കൂടി ഇതിൽ പങ്കെടുക്കുന്നുണ്ടെന്ന്. അതേപോലെയും ഉണ്ട് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറയുന്നുണ്ട്. ചൈനയുടെ റഷ്യയുടെ ബാക്കപ്പ് അല്ലെങ്കിൽ ഒരു ബാക്ക് സപ്പോർട്ട് ഇറാൻ ഉണ്ടെന്നുള്ളത്. അതിപ്പോൾ അമേരിക്ക അതിനുള്ള അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ പറയുന്നത്. കാരണം കൃത്യമായിട്ട് തന്നെ അമേരിക്കൻ വ്യോമത്താവളങ്ങളും സൈനിക താവളങ്ങളും ഒക്കെ തകർക്കാൻ ഇറാനെ കഴിയുന്നത് റഷ്യയുടെ സാങ്കേതിക വിദ്യകളും ഐഡിയകളും കൊണ്ടാണെന്നാണ് ഇപ്പോൾ ട്രംപിന്റെ ഭരണകൂടവും കഴിയുന്നത്. ഇതിപ്പോൾ കുറച്ചുകൂടി രൂക്ഷമാകുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ എങ്ങും നമ്മളൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുന്നതായിട്ടോ സമാധാന ചർച്ചകൾ നടക്കുന്നതായിട്ടോ ഒന്നും നമ്മൾ ഇതുവരെ കേൾക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്ത. എനിക്ക് തോന്നുന്നു ഈ പാറ്റകളുടെ പ്രശ്നം ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് ആളുകൾ പതുക്കെ ഈ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിന്റെയും യുദ്ധക്കെടുതികളുടെയും ഒക്കെ ഇതിൽ നിന്ന് നമ്മൾ ശ്രദ്ധ മാറുന്നത്. ഇങ്ങനെ നിൽക്കുന്ന ഒരു വല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്.